വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണത്. ഈ സർക്കാർ ചുമതലയെടുത്തതിന് ശേഷം എല്ലാ സംരംഭക സംഘടനകളുമായി നടത്തിയ ആശയവിനിമയത്തിൽ അവരെല്ലാവരും പൊതുവെ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു, കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ഒരു എക്സിബിഷൻ സെൻറ്റർ വേണമെന്നുള്ളത്. ആ ആവശ്യം അന്ന് തന്നെ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. പിന്നീട് വ്യവസായ വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ കാര്യം അംഗീകരിച്ചു. ഏറ്റവും എളുപ്പത്തിൽ കിൻഫ്രയ്ക്ക് ലാൻഡ് അവൈലബിൾ ആകുന്ന ഒരു സ്ഥലം അന്ന് കാക്കനാടായിരുന്നു. ആ ഘട്ടത്തിൽ ഇത്രയും കണക്ടിവിറ്റി നമ്മൾ ഉറപ്പു വന്നിരുന്നില്ല, എങ്കിലും സാധ്യത മാത്രമാണ് കണ്ടിരുന്നത്. കഴിഞ്ഞ 2022 ജൂണിലാണ് ഇവിടെ കല്ലിട്ടത്. നേരത്തെ ശ്രീ സന്തോഷ് കോശി പറഞ്ഞതുപോലെ 20 മാസത്തിനുള്ളിൽ തീർക്കണം എന്നാണ് കണ്ടിരുന്നത്. ഞാൻ ചില യോഗങ്ങൾക്ക് പോയപ്പോൾ ചിലർ തന്നെ പറഞ്ഞു, ഈ മിഷണറി എക്സ്പോ 10-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളവിടെ പോയി നോക്കിയിട്ട് അത് ഈ വർഷം നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമൊക്കെ ചിലർ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 20 മാസം എന്നുള്ളത് 19 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇന്നത് സമർപ്പിച്ചു. അതിന് ഞാൻ കിൻഫ്രയെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പല തടസ്സങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു. വലിയ പെട്ടെന്ന് അപ്രതീക്ഷിതമായ മഴ, ഇതെല്ലാം നേരിട്ടിരുന്നു. അതിനെല്ലാം മറികടന്ന് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി ഇതിനോട് ചേർന്നുള്ള കൺവെൻഷൻ സെൻറ്റർ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, കോൺഫറൻസ് റൂം, മീറ്റിംഗ് ഹാൾ, ബാൻക്വറ്റ് ഹാൾ, പിന്നെ വിപുലമായൊരു ഓഡിറ്റോറിയം. അത് 2024 ഓഗസ്റ്റിൽ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ തീയതി കിട്ടുന്ന മുറയ്ക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇനി കുറേ കൂടി വിപുലപ്പെടുത്തണം എന്ന ആവശ്യം ഞങ്ങളുടെ എല്ലാവരുടെയും മുൻപിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുമായും അക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ളതിനേക്കാളും മെച്ചപ്പെടുത്താൻ ആവശ്യമായ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാം. അത് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എക്കോ സിസ്റ്റം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. നന്നായി തന്നെ സംരംഭങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ പാലക്കാട് കല്ലിട്ടത് ഒരു സ്റ്റാർട്ടപ്പ് എവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണമായ ജെൻ റോബോട്ടിക്സിൻ്റെ പുതിയ പ്രൊഡക്ഷൻ സെൻ്ററാണ്. അവരാണ് കോഴിക്കോട് 3 പേർ ഓടയിൽ നമ്മുടെ മാൻഹോളിൽ പെട്ട് മരണപ്പെട്ടപ്പോൾ മനുഷ്യരെങ്ങനെ ഓടയിലേക്ക് ഇറങ്ങാതിരിക്കണം എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി റോബോട്ട് വികസിപ്പിച്ചെടുത്തത്. അവിടെ അതിൻ്റെ 4 ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആശയം നടപ്പിലാക്കണം എന്നത് മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾക്ക് 120 സ്ക്വയർ ഫീറ്റ് അപ്പോൾ ടെക്നോ പാർക്കിൽ തിരുവനന്തപുരത്ത് അനുവദിച്ചു നൽകി. ആ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്ന 4 ചെറുപ്പക്കാരായി മാറിപ്പോയേനെ എന്ന് ഇന്നലെ പാലക്കാട് പറയുകയുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് കിൻഫ്രയിൽ അവരുടെ സ്ഥാപനം 400 പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. റോബോട്ടുകൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യക്ക് പുറത്തും അവർ നിർമ്മിച്ച് വിപണനം ചെയ്യുകയാണ്. പുതിയ റോബോട്ട് കൂടി അവർ ഇപ്പോൾ വിപണിയിൽ ഇറക്കി. സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള ആളുകളെ നടക്കാൻ സഹായിക്കുന്ന റോബോട്ട്, അതിനും നല്ല മാർക്കറ്റാണ്. അവിടെയാണ് പാലക്കാട് KSIDCയിൽ ഇപ്പോൾ 300 പേർക്ക് ഭാവിയിൽ ജോലി ചെയ്യാവുന്ന ഒരു ഫാക്ടറിയുടെ തറക്കല്ല് ഞാൻ ഇടുകയുണ്ടായി. ഇത് നമ്മുടെ നാട്ടിൽ വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് പോകുമില്ല. കിൻഫ്രയിൽ മാത്രം പാർക്കുകളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കാലയളവിൽ ഈ 2.5 വർഷത്തിനുള്ളിൽ 1956 കോടി രൂപയുടെ നിക്ഷേപവും 352 സ്ഥാപനങ്ങളും വന്നു കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. അതിലൊരു 750 കോടിയോളം രൂപ ഇതിന് ചുറ്റുവട്ടം തന്നെയാണ്. ഈ കിൻഫ്ര പാർക്കിനകത്താണ് 750 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനോട് ചേർന്നാണ് TCSൻ്റെ 37 ഏക്കറിലുള്ള വലിയ ബിൽഡിംഗ് വരുന്നത്. ബഹുമാനായ മുഖ്യമന്ത്രി ജപ്പാൻ സന്ദർശന വേളയിൽ നീറ്റ ജലാറ്റിൻ അവരുടെ കമ്മിറ്റ്മെൻറ്റ് നടത്തുകയുണ്ടായി. എന്നാൽ കോവിഡ് കാരണം അത് പിന്നീട് മുന്നോട്ട് പോയിരുന്നില്ല. ഇപ്പോൾ അവർ വീണ്ടും വന്നു. അവരുടെ ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കുന്നതിനും തുടർന്ന് 250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനും അവർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലവും ഇപ്പോൾ കിൻഫ്ര അവർക്ക് ഇതിൻ്റെ ഭാഗമായി തന്നെ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് നമ്മുടെ കിൻഫ്രയിലെ പാർക്കുകൾ പ്രവർത്തിക്കുന്നത്. സ്പൈസ് പാർക്ക് തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോൾ തന്നെ 90% ലാൻഡും അലോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പെട്രോ കെമിക്കൽ പാർക്ക് അടുത്ത വർഷമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മുടെ ഒരു സ്ഥിതി പാർക്ക് ഡെവലപ്പ് ചെയ്ത് പിന്നെ സംരംഭകർ വരുന്നത് കാത്തിരിക്കാനാണ് അനുഭവമെങ്കിൽ അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പെട്രോ കെമിക്കൽ പാർക്കിനകത്ത് 2 കമ്പനികൾ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്ന കാര്യവും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഈ വർഷം 16 പാർക്കുകൾക്ക് ഇതിനകം അനുമതി നൽകിക്കഴിഞ്ഞു. മാർച്ച് 31 ആകുമ്പോൾ കേരളത്തിൽ ഒരു വർഷത്തിനുള്ളിൽ 30 സ്വകാര്യ വ്യവസായ പാർക്കുകൾ പെർമിറ്റുള്ളതായി മാറും എന്നതും നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്കെല്ലാം എക്സിബിഷൻ നടത്താൻ കഴിയുന്ന സ്ഥിരം കേന്ദ്രം അതായി ഈ കിൻഫ്രയിലെ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററും എക്സിബിഷൻ സെൻറ്ററും മാറും. ഇപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് വകുപ്പ് തന്നെ ഇപ്പോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് വാടകയ്ക്കെടുത്ത് കോടികൾ പന്തലിനും മറ്റും ചെലവഴിക്കേണ്ടി വരും. അതെല്ലാം ചെലവ് കുറയ്ക്കുന്നതിനും നമുക്കൊരു ഇൻ്റർനാഷണൽ നിലവാരത്തിൽ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന സൗകര്യം ഇവിടെ സംജാതമാകും. അത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ്. ഏറെ തിരക്കുകളുണ്ടെങ്കിലും ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയും 10-ന് എക്സിബിഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ട് എന്നതുകൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഈ ഉദ്ഘാടനത്തിന് ഇന്ന് സമയം അനുവദിച്ചത്. അവന് വ്യവസായ വകുപ്പിന് വേണ്ടി അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.